ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു, ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് അത് കളവാകൂല, മതിപ്പാകൂല. നബി തങ്ങൾ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ചിലപ്പോൾ അതിന്റെ മാന തിരിഞ്ഞില്ലെന്ന് വരാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വന്നു എന്ന് വരാം. റസൂലുള്ളാഹിന്റെ വാക്ക് കളവാകൂല. സുഹൃത്തുക്കളെ, സഹാബത്തിന്റെ വാക്കും കളവാകൂല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസുകളൊന്നും നമുക്ക് നിഷേധിച്ചുകൂടാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാനായ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. നേരത്തെ സ്വർഗത്തിൽ കടക്കുന്ന മഹാന്മാരെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ആ സ്വർഗത്തിൽ, അതാ സ്വർഗത്തിലുള്ള പഴങ്ങൾ അടുത്തു വരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സ്വർഗത്തിലുള്ള പഴങ്ങളെക്കുറിച്ചും സ്വർഗത്തിലുള്ള മരങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ, അത് ഈ ഭൂമിലോകത്ത് വെച്ച് തന്നെ നബിതങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കാണിച്ചു കൊടുത്ത ചില സംഭവങ്ങളുണ്ട്. അത്തരം സംഭവങ്ങളിൽ ചില വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് പുത്തൻവാദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നു എന്ന് വാദിക്കാറുണ്ട്. അവർക്ക് ആ നിഴലേതാണെന്ന് മനസ്സിലായില്ല. ഇത് നന്നായി മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ പറയുന്ന പണ്ഡിതന്മാർ അപ്പുറവും ഇപ്പുറവുമൊക്കെ നോക്കിയിട്ടാണ് അവരെ വെട്ടും കുത്തും തടുക്കലും കേട്ടോ. ഒരു ഭാഗത്ത് യുക്തിവാദിയെ നേരിടണം, അതേ സമയത്ത് തന്നെ പുത്തൻവാദിയെ നേരിടണം. അതേ സമയത്ത് അത് ശിർക്കുകാരനെ നേരിടണം. അതേ സമയത്ത് തന്നെ ബിദ്അത്തുകാരനായ പുത്തൻവാദിയെ നേരിടണം. അതേ സമയത്ത് തോന്നിവാസിയെ തഖ്വയിലേക്ക് കൊണ്ടുവരണം. ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം ചെറുതല്ല. അപ്പൊ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോ ഓരോന്നും അതിന്റേതായ മട്ടത്തിൽ പറഞ്ഞു വെക്കണം. അങ്ങനെ പറഞ്ഞു വെച്ചില്ലെങ്കിലോ പിന്നീട് തെറ്റിദ്ധാരണകൾ പരത്തി ജനങ്ങളെ ഈമാൻ ജനങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. പുത്തൻവാദികളിൽപ്പെട്ട ഒരു ചങ്ങാതി ഈ അടുത്ത് പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു. എന്താ ക്ലിപ്പ് എന്നറിയോ? ഞങ്ങൾ പറയും പോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നാലില്ല, ഞാനും ഈ വാദപ്രതിവാദം നടത്തി അവസാനം ഇടമുട്ടത്തുനിന്ന് മുട്ടിയ മൗലവിയാണ്. ആ മൗലവിയ പറയുന്നത് ഞങ്ങൾ പറയും പോലെ പേരോടും പറയുന്നുണ്ട്, പൊന്മളയും പറയുന്നുണ്ട്. മുസ്ലിമീങ്ങളെ, പുത്തൻവാദികളെക്കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, കദ്ദാബൂൻ ദജ്ജാലൂന കദ്ദാബൂൻ, കബളിപ്പിക്കുന്നവരാണ്, ധാരാളം കള്ളം പറയുന്നവരാണ്. അവരെ ലക്ഷണം നിങ്ങളെ മുൻഗാമികൾ പറയാത്ത വാചകങ്ങളും ആശയങ്ങളും പറയലാണ്. നമ്മളെ മുൻഗാമികൾ പറഞ്ഞതിനെതിരെ പറയുന്നുണ്ടോ? പുത്തൻവാദിയാണ്. അവനെന്താ പറയുന്നത്? ഞങ്ങള് പുത്തൻവാദികളായ കക്ഷികൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടാകാറുണ്ടെന്ന്. അത് തന്നെ പേരോടും പറയുന്നുണ്ടെന്നാണ് അവൻ പറയുന്നത്. ആ പ്രസംഗം കേട്ടാരും തന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഏതെങ്കിലും ഒരു മുസ്ലിം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി 10-35 കൊല്ലമായല്ലോ വഅദ് പറയുന്നു, പ്രസംഗിക്കുന്നു, ഇതുവരെ പറഞ്ഞതൊക്കെ തെളിയിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ വിഷയവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിക്ക് നിഴലുണ്ടാകും എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഈ സമയത്ത് ഉറപ്പിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ, അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല. ഉണ്ടെന്നെക്കുറിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി പറയാം. അതേ സമയത്ത് ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? അത് അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്നായി മനസ്സിലാക്കണം. അന്നത്തെ വാചകം തന്നെ കാണാം, നന്നായി മനസ്സിലാക്കണം. എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കാതെ എന്തെങ്കിലും പറയണ്ട. സുഹൃത്തുക്കളെ, എന്തേ പറഞ്ഞത് ഞാൻ പറയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല എന്ന് പറഞ്ഞാൽ, നിഴൽ എന്ന് പറയുന്ന വാചകത്തിന്
മലയാളത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അത് മലയാള നിഘണ്ടുകൾ നോക്കി പഠിക്കേണ്ടതാണ്. പഠിക്കാതെ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ വലുതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെയൊക്കെ കയ്യിൽ കിട്ടുന്ന ഒരു പുസ്തകമാണ് ശ്രീകണ്ഠേശ്വരം പ്രയോഗ ശബ്ദതാരാവലി. ഇത് ശബ്ദതാരാവലി എന്ന് പറയുന്ന വളരെ മുതവ്വലായ ഒരു ഗ്രന്ഥമുണ്ട്, വളരെ വിശാലമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം എഴുതിയപ്പോൾ അതും എന്റെ കയ്യിലുണ്ട്. ആ ഗ്രന്ഥത്തിൽ പത്മനാഭപിള്ള എന്ന് പറയുന്ന ഒരാള് 1923 അതേ എഴുതി പ്രസിദ്ധീകരിച്ചതാണത്. ഞാൻ ജനിക്കുന്നതിന് എത്രയോ മുമ്പാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ അതൊക്കെ അതാ പേരോട് കേസ് കൊടുത്തതായിരിക്കും എന്ന് പറയണ്ട. അദ്ദേഹം എഴുതിയ ശബ്ദധാരാവലിയിൽ നിഴലിന് അദ്ദേഹം അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അതിന്റെ ശേഷം അതൊന്ന് ചുരുക്കി എഴുതിയതാണ് പ്രയോഗ ശബ്ദതാരാവലി. അതും നമ്മൾ SSFന്റെ പ്രവർത്തകർ എഴുതിയതല്ല. പ്രൊഫസർ വട്ടപ്പറമ്പിൽ ഗോപിനാഥപിള്ള, ഡോക്ടർ പി സേതുനാഥൻ, സമഗ്രഹം PK മോഹനൻ. അതിന് ഉപദേശക സമിതിയുണ്ട്, പന്മന രാമചന്ദ്രൻ നായർ, VR പ്രബോധനചന്ദ്രൻ നായർ, ഇങ്ങനെ തുടങ്ങി ഉപദേശക സമിതിയുണ്ട്. അത് DBS DC ബുക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതേത് മലയാളം അറിയുന്നവർക്കും വാങ്ങി നോക്കാവുന്നതാണ്. ഇതിൽ നിഴൽ എന്ന വാക്കിന് അർത്ഥം പറയുന്നുണ്ട്. ആ അർത്ഥം ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. നിഴൽ എന്നത് വെറും അതാ സൂര്യന്റെയോ ചന്ദ്രന്റെയോ അതുപോലെ തന്നെ വിളക്കിന്റെയോ മുന്നിൽ ഒരാളോ ഒരു വസ്തുവോ പോയി നിൽക്കുമ്പോൾ അതിന്റെ മറുഭാഗത്ത് കാണുന്ന ഇരുട്ടിന് മാത്രം പറയുന്ന പേരല്ല നിഴല്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരിക്കൽ നിഴലില്ലെന്ന് പറഞ്ഞു, ഒരിക്കൽ നിഴലുണ്ട് എന്ന് പറഞ്ഞു. ഏത് നിഴലാ ഇല്ലെന്ന് പറഞ്ഞത്, ഏത് നിഴലാ ഉണ്ടെന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കാതെ മലക്കം മറിയുകയാണെന്ന് അങ്ങനെയുണ്ട്. പണ്ടൊരാള് പറഞ്ഞിരുന്നു, നന്നായി അതാ മദ്യപിച്ച് പൂസായപ്പോൾ തല നേരെ നിൽക്കാതെയായപ്പോൾ അവനങ്ങനെ പറഞ്ഞു, ലോകത്താകെ കറങ്ങുന്നുണ്ട്. ലോകമല്ല കറങ്ങുന്നത്, മദ്യപിച്ചവന്റെ തലയാ കറങ്ങുന്നത്. അതവന് മനസ്സിലായില്ല. മലക്കം മറിയുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. നന്നായി അതൊന്ന് പഠിച്ചു വെച്ചോ വേണമെങ്കിൽ. കാരണം അത് ഇതേ സ്ഥലത്ത് ഇതേ സ്റ്റേജിലാണ് ആദ്യം പറഞ്ഞത്. അതിന്റെ വിവരണം പിന്നെ ഞാൻ പാറക്കടവിൽ ബുർദയിൽ പറഞ്ഞിട്ടുണ്ട്. പേരാമ്പ്രയിൽ വിശദമായി സറൈതാമിൻ ഹറബിൻ ലൈലൻ നീല ഹറബി കമസറൽ ബദ്റു ഫീ ദാജിൻ നീനമൂലബി. ആ പദ്യം വിവരിക്കും പേരാമ്പ്രയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശേഷം ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച 4 അഭിപ്രായങ്ങളടക്കം കഴിഞ്ഞ കൊല്ലം ബുർദ സംസാരിക്കും ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അതാ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞ് നടക്കുന്നവൻ ആ ബുർദയൊന്ന് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കേണ്ടതായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഈമാൻ തെറ്റിപ്പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഇമാം ബൂസിരി പറഞ്ഞ വാചകം മുമ്പ് കേൾപ്പിച്ചപ്പോ ഞാൻ വിവരിച്ചതല്ലേ. അയൽ വറഫഹു നഹു ഫലൈസ യുറാ ഫിൽ ഖുർബി വൽ ബുഅദി ഫീഹി ഗൈറു മുൻഫഖീമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അത് ആദ്യം മനസ്സിലാക്കി വെക്കണം. നമ്മൾ അതിന് മാത്രം വളർന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ഞാൻ അന്ന് തന്നെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്ത നീളമുള്ള ആളാണ്. കൂടുതൽ നീളമില്ല, തീരെ കുറിയ ആളുമല്ല, ഒത്ത നീളമുള്ള ആളാണ്. അങ്ങനെയാണ് നബിയെക്കുറിച്ച് പറയേണ്ടത്. അതുപോലെ നമ്മളും പറയേണ്ടത് നബി തങ്ങൾക്ക് നിഴലില്ലെന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരവസ്ഥയുണ്ട്. അതെന്താ? വളരെ നീളമുള്ള കുറെ ആളുകളെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂൽ വന്നു നിന്നാൽ അവരെക്കാൾ അല്ലാഹുവിന്റെ റസൂലിന് നീളമുണ്ടാകും. എത്ര നീളമുള്ളവൻ വന്നാൽ അവനെക്കാളും അല്ലാഹുവിന്റെ റസൂലിന് നീളമുണ്ടാകും. ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ എത്ര ആളുകൾ ഇരുന്നിട്ടുണ്ടോ എല്ലാവർക്കാളും മേലെ നബി തങ്ങളുടെ തലയുണ്ടാകും. അതേസമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് എന്താണ്? പഠിപ്പിക്കേണ്ടത് എന്താണ്? നബി തങ്ങൾ ഒത്ത നീളമുള്ള ആളാണ്. നബി തങ്ങൾ ഒത്ത നീളമുള്ള ആളാണ് താനും.
അതേസമയത്ത് എത്ര നീളമുള്ളവൻ വന്നാലും അവന്റെയും മേലെ നബിതങ്ങൾക്ക് നീളമുണ്ടാകും. നിങ്ങൾക്ക് കാണാം ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഖസായിസിൽ ബാബുൽ ആയത്തി ഫീ തൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ നീളത്തിൽ കാണുന്ന ദൃഷ്ടാന്തത്തിൽ പറയുന്ന അധ്യായം റസൂലുള്ളാഹിന്റെ നീളം ഒരു ദൃഷ്ടാന്തമാണ്. അതിലിങ്ങനെ ഉദ്ധരിക്കുകയാണ്, ഹദീസ് ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്വബീലിൽ ബാഇനി, നബി തങ്ങൾ കൂടുതൽ നീളമുള്ള ആളല്ല, വലാ ബിൽ ഖസീരിൽ മുതറദ്ദിദി, ചുരുങ്ങിയ നീളം കുറഞ്ഞ ആളുമല്ല. വകാന യുൻസബു ഇല റബഅതി ഇദാ മശാ വഹ്ദഹു, നബി തങ്ങൾ ഒറ്റക്ക് നടക്കുമ്പോൾ ഒറ്റ നീളമുള്ള ആളായിട്ട് നമുക്ക് പറയാം. വലം യകുൻ അലാ ഹാലി മാസിയദുൻ മിനൻ നാസി അലാ ഹാലി മാസിയദുൻ മിനൻ നാസി യുൻസബു ഇല തൂലി ഇല്ലാ ത്വാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയത്ത് നബിതങ്ങൾ വേറൊരു നീളമുള്ള മനുഷ്യന്റെ കൂടെ നടക്കുമ്പോ നബിതങ്ങൾ അവനേക്കാൾ നീളമുണ്ടാകും. രണ്ട് വ്യക്തികൾ വളരെ നീളമുള്ളവനപ്പുറവും ഇപ്പുറവും നടന്നാൽ നബിതങ്ങൾ അവർ രണ്ടാളെക്കാളും നീളമുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ഫൈദാ ഫാറഖാഹു, അവരങ്ങ് വിട്ടുപിരിഞ്ഞാലോ നുസിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബഅതി, പിന്നെ നോക്കിയാ റസൂലുള്ളാഹി ഒത്ത നീളം തന്നെയായിരിക്കും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയോ? അയൽ വിവരമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സംസാരിച്ച് അവനവന്റെ ആഖിറം നഷ്ടപ്പെടുത്തരുത്. ഇനി ഞാൻ പറയട്ടെ, അതിന്റെ രണ്ടാമത്തെ അധ്യായം ഇമാം സുയൂത്തി തന്നെ കൊടുക്കുകയാണ്. ബാബുൽ ആയത്തി ഫീ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുറാ ലഹു ദില്ലുൻ, മറ്റൊരു ദൃഷ്ടാന്തത്തിൽ പറയുന്ന അധ്യായം. അതെന്താണ്? നബി തങ്ങൾക്ക് നിഴൽ കാണപ്പെടാറില്ല. അതിന്റെ ഹദീസ് കൊണ്ടുവരികയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യുറാ ലഹു ദില്ലുൻ ഫീ ശംസിൻ വലാ ഖമരിൻ, സൂര്യന്റെയോ ചന്ദ്രന്റെയോ കീഴിൽ നബി തങ്ങൾ നടക്കുമ്പോ നിഴല് കാണപ്പെടാറില്ല. ഇബ്നു സബൈ റളിയല്ലാഹു അൻഹു പറയുന്നു, മിൻ ഖസായിസിഹി, നബി തങ്ങളുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് അന്ന ളില്ലഹു കാന ലാ യഖഉ അലൽ അർളി, നബി തങ്ങളുടെ നിഴൽ ഭൂമിയിൽ പതിയാറില്ല. അന്നഹു കാന നൂറൻ, നബി തങ്ങൾ ഒരു പ്രകാശമായിരുന്നു. ഫകാന ഇദാ മശാ ഫിസ് ശംസി ബിൽ ഖമരി, നബി തങ്ങൾ സൂര്യന്റെയോ ചന്ദ്രന്റെയോ കീഴിൽ നടക്കുമ്പോ ലാ യുൻദറു ലഹു ദില്ലുൻ, നബി തങ്ങൾക്ക് നിഴൽ കാണപ്പെടാറില്ല. ഖാല ബഅദുഹും, ചില പണ്ഡിതന്മാര് പറയുന്നു, വയസ്കദു ലഹു ഹദീസുൻ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കതിന് തെളിവാണ്. ഫീ ദുആഇഹി, നബിയുടെ പ്രാർത്ഥനയിൽ. എന്താ പ്രാർത്ഥന? വജഅല്ലി നൂറാ, എന്നെ പ്രകാശമാക്കണേ എന്ന് നബി തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ഇമാമീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൂര്യന്റെയോ ചന്ദ്രന്റെയോ കീഴിൽ നടക്കുമ്പോൾ നിഴല് ഭൂമിയിൽ പതിയാറില്ല, നിഴല് കാണാറില്ല. എന്നാൽ എപ്പോഴും എല്ലാ നിഴലും എല്ലാ നിലക്കും നബിക്കുണ്ടെന്നാണ് പുത്തൻവാദിയുടെ വാദം. ആ പുത്തൻവാദി അത് പേരോടിന്റെ തലയിൽ വെച്ച് കെട്ടണ്ട. ഇമാമീങ്ങളൊക്കെ പറഞ്ഞതിനെതിരെ നിങ്ങൾ വാദിക്കുന്ന പുത്തൻവാദി വാദിക്കുന്ന വാദം അത് പേരോടിന്റെ വാദമാണെന്ന് പുത്തൻവാദി പറയണ്ട. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം അറിയാം, കള്ളത്തരീക്കത്തുകാരും പുത്തൻവാദികളും ഐക്യമുന്നണിയാണ്. അവര് ഒരു കള്ളത്തരീക്കത്തുകാരൻ പറയും പേരോട് സുന്നത്ത് ജമാഅത്ത് വിട്ടു, ഞങ്ങൾ ഔലിയാക്കളെ കുറ്റം പറഞ്ഞു എന്ന് പറയും. അതിങ്ങനെ അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കും. എന്നിട്ട് അത് പുത്തൻവാദി കിളിപ്പാക്കും. എന്നിട്ട് പറയും, കണ്ടോ നിങ്ങളെ കൂട്ടിൽ തന്നെ വിട്ടവര് പറയുന്നുണ്ട് എന്ന് പറയും. ഇത് കൂട്ട് കമ്പനിയാണ് കേട്ടോ, രണ്ടും സുന്നത്ത് ജമാഅത്തിന് പുറത്താണ് കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ മുന്നണി പ്രവർത്തനങ്ങളിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. പുത്തൻവാദികൾ പറയുന്നത് നബിതങ്ങൾക്ക് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴലുണ്ടെന്നാണ്. അങ്ങനെ ഒരു വാദം സുന്നത്ത് ജമാഅത്തിൽ ഒരു പണ്ഡിതനുമില്ല, ഉണ്ടാകാൻ നിവൃത്തിയുമില്ല. അതേസമയത്ത് നിഴലെന്ന് പറയുന്ന മലയാള വാചകം, അതിനെ സംബന്ധിച്ചൊന്നുകൂടി ഞാൻ വായിക്കട്ടെ. അതാണല്ലോ വായിക്കാൻ പറഞ്ഞു വന്നത്. അതാ ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ തന്നെ പറയുന്നു, നിഴൽ പ്രകാശരശ്മികൾ സുതാര്യമല്ലാത്ത വസ്തുവിൽ തട്ടിത്തടയുമ്പോൾ
ആ വസ്തുവിന്റെ മറുപുറത്തുണ്ടാകുന്ന താരതമ്യേന ഇരുണ്ട ഛായ. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊക്കെ വിളക്കിന്റെ മുമ്പിൽ, അതുപോലെ തന്നെ സൂര്യന്റെ മുന്നിൽ, ചന്ദ്രന്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോ നമ്മളുടെ നേരെ മറുവശത്തുണ്ടാകുന്ന ഇരുണ്ട ഛായ, അതിന് നിഴൽ എന്ന് പറയും. ഇതാണ് നിഴൽ എന്ന വാക്കിന്റെ മലയാളത്തിൽ ഒരു അർത്ഥം. ഇത് ഒരർത്ഥമാണ്. ഈ അർത്ഥത്തിലുള്ള നിഴൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകാറേ ഇല്ല. അതാണ് ലം യദ്ഹറു ലഹു ദില്ലുൻ അസ്ലാ. നബി തങ്ങൾക്ക് ഒരിക്കലും അസ്ലൻ, ഒരിക്കലും അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഒരിക്കലും നബി തങ്ങൾക്ക് നിഴൽ വെളിവായിരുന്നില്ല എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെ പണ്ഡിതന്മാര് പറഞ്ഞത്. ചിലപ്പോൾ ലം യകുൻ ദില്ലുൻ എന്ന് പറയും, ചിലപ്പോൾ ലം യദ്ഹർ എന്ന് പറയും. എന്നൊക്കെ പറഞ്ഞാൽ വിഷയം ഒന്ന് തന്നെയാണ്. ഈ നിഴൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. അത് ബുർദ ബൈത്തിൽ ഞാൻ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. എന്താണ് കാരണം? അതിന്റെ കാരണങ്ങൾ പണ്ഡിതന്മാര് പലതും പറഞ്ഞു. ഒരു കാരണം പറഞ്ഞത് അങ്ങനെ നിഴലുണ്ടായിട്ട് ചവിട്ടിപ്പോണ്ടാന്നുള്ളതാണ്. വേറെ ചിലർ പറഞ്ഞു ആ നിഴല്, നബിതങ്ങളുടെ നിഴലിന് തന്നെ ഒരു ബഹുമാനം അള്ളാഹ് കൊടുക്കുകയാണ്, നജസിലായി പോണ്ടാന്നുള്ളതാണ്, അതുകൊണ്ട് നിഴലിന്റെ വേണ്ടാന്ന് വെച്ചതാണ്. അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു പണ്ഡിതൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ എഴുതുന്ന സമയത്ത് കയ്യിന്റെ വിരലിന്റെ നിഴല് അള്ളാഹുവിന്റെ പേരിന്റെ മേലെ ആയിപ്പോകുമെന്ന് കണ്ടിട്ട് എത്തിനെ ഒഴിവാക്കി കളഞ്ഞു. അപ്പൊ അള്ളാഹു തആല എന്നാ പിന്നെ തങ്ങൾക്ക് നിഴലിന്റെ വേണ്ടാന്ന് തീരുമാനിച്ചു. ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയൊക്കെ പല നിൽക്കും ആലിമീങ്ങൾ ആ വിഷയം ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ നിഴൽ, ഈ കറുപ്പ് അല്ലെങ്കിൽ ഈ ഇരുട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കുണ്ടായിട്ടില്ല. അതുണ്ടായിട്ടില്ലെന്നാണ് എല്ലാ പണ്ഡിതന്മാരും പറയുന്നത്, എല്ലാ ഇമാമിങ്ങളും പറയുന്നത്. അതിനെതിരെ പേരോട് അതാ പുത്തൻവാദിയുടെ ഭാഗത്താണെന്ന് ഒരു പുത്തൻവാദി പറഞ്ഞാലും കള്ളവാദി പറഞ്ഞാലും ഒരാളും വിശ്വസിക്കണ്ട, പഠിച്ചവന്റെ അടുത്ത് കൊടുക്കണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞു വിചാരിച്ചിട്ട് ആരും അത് അങ്ങനെ പറയാനും പോണ്ട. ഇത് എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി പറയാൻ. ഇനി സുഹൃത്തുക്കളെ, ഇത് മനസ്സിലാക്കി വെച്ചല്ലോ. ഇനി രണ്ടാമത്തെ അർത്ഥം നിഴലിന് എന്താണ് മലയാളത്തിൽ? കേട്ടോളി. ഒരർത്ഥം പറഞ്ഞു. രണ്ടാമത്തെ അർത്ഥം പ്രതിബിംബം. നിഴലിന്റെ അർത്ഥമാണ് പ്രതിബിംബം. പ്രതിബിംബം എന്നും നിഴലെന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നേ. പ്രതിബിംബം അതിന് ബ്രാക്കറ്റിൽ അതിന്റെ അർത്ഥം പറയും. കണ്ണാടിയിലും ജലത്തിലും മറ്റും പ്രതിഫലിച്ചുണ്ടാകുന്നത് പോലെ. അപ്പൊ കണ്ണാടിയിൽ കാണുന്നതിനും നിഴൽ എന്ന് പറയും, വെള്ളത്തിൽ കാണുന്നതിനും നിഴൽ എന്ന് പറയും. അതിന് പ്രതിബിംബം എന്നും പറയും, പ്രതിച്ഛായ എന്നും പറയും. അതൊക്കെ ശബ്ദധാരാവലിയിൽ വിവരിച്ചിട്ടുണ്ട്. ചിലർ പറയും കണ്ണാടി കാണുന്നതിന് നിഴൽ എന്ന് പറയോ പ്രതിബിംബം എന്നല്ലേ? പ്രതിബിംബം എന്നും പറയും, പ്രതിബിംബം നിലോ ഒന്നെ. നിഴലെന്നും പറയും, നിഴലെന്നും പറയും, പ്രതിബിംബം എന്നും പറയും, പ്രതിച്ഛായ എന്നും പറയും. അതൊക്കെ ശബ്ദധാരാവലിയുണ്ട്. ഞാനൊരു പറയപ്പെടാൻ പറ്റാത്ത ഒരു മദ്കൂർ അല്ലാത്തൊരു സാധനം, ശയ്യം മദ്കൂർ അല്ലാത്തൊരു സാധനം, അത് വെറും ചതി മാത്രമുള്ള ഒരു സാധനം, നിഫാഖിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിരി ഒരു സാധനം. ആ സാധനത്തിന്റെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചാൽ ഇന്ന് വൈകുന്നേരം എനിക്ക്. അതിലെന്താ പറയുന്നത്? അരുവൻ പറയാണ് പേരോട് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നുണ്ട്, എന്നാൽ അമുസ്ലിമീങ്ങളൊക്കെ കേൾക്കൂലേ ഇയാളെ വാചകം? മലയാളത്തിലുണ്ടോ കണ്ണാടി കാണുന്നതിന് അതാ നിഴൽ എന്ന് പറയുന്നു. അവൻ മലയാളവും പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഇംഗ്ലീഷും പഠിച്ചിട്ടില്ല, സുബ്ഹാനല്ലാഹ് ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു അയറുദാനിൽ ജാഹിലീൻ അല്ലാഹു തആല പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ടൊരു സാധു, അല്ലാഹു തആല ഹിദായത്ത് കൊടുത്ത് നന്നാകട്ടെ. സഹോദരന്മാരെ, അങ്ങനൊരു സാധു എന്തൊക്കെയാണ് ദുനിയാവിൽ. ഞാനൊരു കാര്യം, അത്തരക്കാരുടെ ഒരു ക്ലിപ്പും ഒരു വാക്കും കേൾക്കൽ ഹലാലാവൂല കേട്ടോ. കാരണം നമ്മൾ ഇൽമു പഠിക്കുമ്പോ വിവരമുള്ള, തന്റെ ഇടമുള്ള, തഖ്വയുള്ള, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകളിൽ നിന്ന് മാത്രമേ അല്ലാഹുവിന്റെ ദീൻ പഠിക്കാവൂ. നിങ്ങൾ ഡോക്ടറെ കാണിക്കുമ്പോ ആരുടെങ്കിലും മരുന്ന് കുടിക്കോ? ആരെങ്കിലും സീട്ട് വാങ്ങുവോ? ആഖിറത്തിന്റെ കാര്യം, ദീനിന്റെ കാര്യം ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കേൾക്കാനുള്ളതല്ല. ആയിറുദാനിൽ ജാഹിലീൻ, അത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകളെ കേൾക്കാനോ അവരുമായി സംസാരിക്കാനോ തന്നെ പാടില്ല. നമ്മളത് മനസ്സിലാക്കണം. അല്ലാഹു തആല വെറുതെ പറഞ്ഞതല്ല. ഇനി ഒരു കാര്യം പറയട്ടെ. അപ്പോ പണ്ടൊരു ചങ്ങാതി പറഞ്ഞിരുന്നു, അഞ്ഞണമെന്നത് എനിക്കറിയാം, മഞ്ഞൾ പോലെ വെളുത്തിട്ട്. മൂപ്പർക്ക് അഞ്ഞനും അറിയില്ല, മഞ്ഞളും അറിയില്ല, വെളുപ്പും അറിയില്ല, മഞ്ഞയും അറിയില്ല. അങ്ങനത്തെ ഒരു സാധനം. അതും ഞാനിന്ന് വൈകുന്നേരം കുട്ടികൾ കേൾപ്പിച്ചു വന്നു. ഞാനിതൊന്നും കേൾക്കില്ല. ഇനിയോ, അപ്പൊ നിഴൽ എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥം നേരത്തെ പറഞ്ഞു. ആ അർത്ഥപ്രകാരം ഈ ഇരുട്ട്, ഒരു വെളിച്ചമുള്ള വിളക്കിന്റെയോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ മുന്നിൽ വരുമ്പോ അതിന്റെ നേര് മറുവശത്ത് വരുന്ന ഇരുട്ട്, അതാണ് നിഴൽ എന്നതിന്റെ ഒരർത്ഥം. ആ അർത്ഥപ്രകാരം നിഴൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ലേ ഇല്ല. അതാണ് പലരും ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞത്. അതിന് എത്രത്തോളം ഇമാമിങ്ങൾ പറഞ്ഞു എന്നറിയോ? നബി സല്ലല്ലാഹുവിന്റെ ശരീരം ഒരു സാധാരണ ശരീരം അല്ല. നമ്മളൊരു കണ്ണാടി വെച്ചിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ അപ്പുറത്തുള്ള ലൈറ്റ് ഇപ്പുറത്ത് വരൂലേ?
എന്താ തെളിഞ്ഞു നിൽക്കുന്ന സാധനമായതുകൊണ്ടാണ്. അതുപോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളിച്ചത്തെ തടയുന്ന ഒരു രൂപം ഇല്ലാതെ നൂറാനിയത്താണ് നബി സല്ലല്ലാഹുവിന്റെ ശരീരം എന്നുവരെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഒരു തെറ്റിദ്ധാരണ ചിലർക്കുണ്ടാകാറുണ്ടെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹുവിന്റെ നൂറാനിയത്തിനെ സംബന്ധിച്ച് ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ആ ധാരണയെ സംബന്ധിച്ച് വളരെ വിശദമായി മഹാനവറുകൾ പറയുന്നുണ്ട്. അത് ഞാനൊരു ചെറിയൊരു സൂചനയ്ക്ക് വേണ്ടി മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഓർമ്മിപ്പിക്കാൻ, ഇത് എപ്പോഴും പറയാൻ കഴിയില്ലല്ലോ, പറയാണ്ട് അതിന് വെറുതെ ഇങ്ങനെ സമയം പോക്കാനും കഴിയില്ലല്ലോ. അമ്മ നൂറാനിയത്തുല്ലത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം, ആ പ്രകാശത്തെ സംബന്ധിച്ച് പറയാണ് തുവ്വിജ ബിഹാ കമാലുൽ ജമാലിൻ നബവി ഫഖദ് ദക്കർനാ ഫീ സിഫത്തി വജ്ഹിഹി ശരീഫ് ജുംലത മിനൽ ഔസാഫി തദുല്ലു അലാ ദാലിക്. അത് നബി സല്ലല്ലാഹു തങ്ങളുടെ മുഖത്തെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു വല്ലാത്ത പ്രകാശം. വഹാദിഹി നൂറാനിയത്തു അസ്ലിയത്തുൻ ഫീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടിസ്ഥാനപരമായി തന്നെ കിട്ടിയ ഒന്നാണ്. കാരണം വഹിയ അവ്വലു മാ ഖുലിഖ മിനൽ അൻവാരി ഫിൽ അക്വാൻ, സൃഷ്ടികളിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട നൂറാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണല്ലോ നമ്മള് മങ്കൂസിന്റെ തുടക്കത്തിൽ വൗജദ നൂറഹു ഖബല ഖൽഖിൽ ആലം. അത് പറഞ്ഞിട്ട് അതിനിങ്ങനെ തെളിവുകൾ, കുറേ തെളിവുകൾ മഹാനായ സയ്യിദ് അലവി മാലിക്കി തങ്ങൾ പറഞ്ഞ് അത് ജാഅക്കും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ എന്ന ആയത്ത് വരെ തെളിവ് പറഞ്ഞിട്ട് അവസാനം മഹാനവറുകൾ പറയാണ്, അങ്ങനൊക്കെ പറഞ്ഞിട്ട് പറയാണ് വയദുന്നു ബഅദുൽ ജഹലതി, ചില വിവരമില്ലാത്തവർ ധരിച്ചു പോകും അന്ന മഅനാ കൗനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ്, പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അന്നഹു ജിസ്മുൻ മുസ്ബിഉൻ, അതൊരു വിളക്ക് പോലെ, വിളക്കുണ്ടല്ലോ, ആ വിളക്ക് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വരികയാണല്ലോ, അതുപോലെ വെളിച്ചം വരുന്ന ഒരു തടിയാണ് ചിലർ വിചാരിച്ചു പോകും. അത് തോന്നലാണ്, അല്ലെങ്കിൽ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഫകഅന്നഹു ബിഹാദാ, അങ്ങനെ വിചാരിക്കുന്നവൻ ഈ വാദം കൊണ്ട് ഖദ് ജഅലഹു മിസ്ബാഹൻ ഔ സിറാജൻ ലംബ കഹ്റുബായിയ, അവൻ വിചാരിച്ച ഒരു ഇലക്ട്രിക് ലാമ്പാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇലക്ട്രിക് ലാമ്പായിട്ട് ഇങ്ങനെ കത്തുകയാണ് എന്നാണ് അവൻ വിചാരിച്ചത്. ആ വിചാരം തെറ്റാണ്. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജല്ലു വ അക്രമു വ അർഫഉ വ അഅ്ളമു മിൻ അൻ യകൂന കദാലിക്, അങ്ങനെ ഒരു ഇലക്ട്രിക് ലാമ്പാകുന്നതിനേക്കാളൊക്കെ എത്രയോ ഉന്നതമായ സ്ഥാനത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നഅം, പക്ഷേ ലാ മാനിഅ ഇൻദനാ, നമുക്ക് തടസ്സമില്ല, മിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് യദ്ഹറു മിൻഹു ദൗഉം മഹ്സൂസുൻ, ചിലപ്പോൾ നബി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന വെളിച്ചം വന്നെന്ന് വരും. ഏതുപോലെ? അതേ കമാസ്തമിനൽ അജ്സാമിൽ മുദിയത്തിൽ മുസ്ആ, ആ വിളക്കിൽ നിന്ന് വെളിച്ചം വരുന്നത് പോലെ ചിലപ്പോ നബി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെ വെളിച്ചം വന്നു എന്നും വരും. അതെപ്പോഴുമില്ല. വലാകിൻ ഹാദാ, പക്ഷേ ഇത് ലായകൂനു ദായിമൻ, എപ്പോഴും ഉണ്ടാവൂല, ചിലപ്പോൾ അതുണ്ടാകും, ചിലപ്പോഴുണ്ടാവൂല. വൈന്നമായ കൂനു ഇൻദൽ ഹാജത്തി, അത് ആവശ്യത്തിനാണ് ഉണ്ടാകാറ്. കമുഅ്ജിസത്തിൻ മിൻ മുഅ്ജിസാതിൽ ഖാരിഖത്തിൽ ആദ, അത് റസൂലുള്ളാഹിനെ കാണും പദവി കുറഞ്ഞവർക്കും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലെ വടി പ്രകാശിച്ചത് തെളിവ് പറയാണ്. ഇനി ഞാൻ എന്റെ വകയിലൊരു തെളിവ് പറയട്ടെ. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പ്രകാശിച്ചിട്ടുണ്ട്. അതെപ്പോഴും ഉണ്ടാകുന്നതല്ല, വിളക്ക് അണഞ്ഞു പോയപ്പോ കിതാബ് എഴുതാൻ വേണ്ടി ഉണ്ടായതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരത്തിലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അതാണ് സുഹൃത്തുക്കളെ അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങൾ കയറി വരുമ്പോ ആയിഷ ബീവിക്ക് വീണുപോയ സൂചി കിട്ടി. അത് മുഖത്തിന്റെ ലൈറ്റിൽ നിന്നാണ്. അതിനർത്ഥം ആയിഷ ബീവിക്ക് ഉറങ്ങാൻ ശല്യമാകാറുണ്ട് എന്നല്ല. ആയിഷ ബീവി ഉറങ്ങുമ്പോൾ ആ മുഖത്തിന്റെ വെളിച്ചം കൊണ്ട് ഉറക്കിന് ശല്യമുണ്ടാകാറില്ല. അപ്പൊ അതൊക്കെ നബി തങ്ങളുടെ പ്രത്യേകതകളാണ്. ചിലപ്പോൾ ലൈറ്റ് വേണോ, ചിലപ്പോൾ ലൈറ്റ് ഉണ്ടാകും, ചിലപ്പോൾ അത് കാണാൻ കാണുകയില്ല. അങ്ങനെ വ്യത്യസ്തമായ രൂപം നബി തങ്ങൾക്കുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോഴുള്ളത് ചിലപ്പോഴില്ല എന്ന് പേരോട് പറഞ്ഞു എന്ന് പറയേണ്ട, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനിയൊന്ന് പറയട്ടെ, കണ്ണാടിയിലെ നിഴല്, വെള്ളത്തിലെ നിഴല്, അതിന് ഭാഷാപരമായി ഞാൻ അർത്ഥം വായിച്ചു കേൾപ്പിച്ചല്ലോ, ഒന്നുകൂടി പറയാണ്. മൂന്നാമത്തെ അർത്ഥം നിഴലിന് എന്താണ്? മൂന്നാമത്തെ അർത്ഥം തണല്. തണൽ, അതാണ് ഇന്നലെ നമ്മൾ ഓതിയ ആയത്തിൽ ഞാൻ പറഞ്ഞില്ലേ, തണൽ എന്നതിന് വിലാല് എന്ന് പറയും, നിഴലിനും പറയും.
ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഇന്നതാ ശബ്ദധാരാവിൽ നോക്കിയാൽ തണൽ മരം എന്ന് കാണാം. അത് ഇതിലില്ല. ശബ്ദധാരാവിൽ തണൽ മരം എന്നുണ്ട്. അതാണ് ഇന്നലെ നമ്മൾ ഓതിയ ആയത്തിലുള്ള നിലാല്. മരം എന്നാണ് അതിന്റെ തഫ്സീർ. തണൽ മരം. അതിനും നില്ല് എന്ന് പറയും, നിലാലെന്ന് പറയും. ഇനി 4 ആശ്രയം. നിലാലിന്റെ ഒരു അർത്ഥമാണ്, അല്ലെങ്കിൽ നിഴലിന്റെ അർത്ഥമാണ് ആശ്രയം. അഭയസ്ഥാനം. 5 സാദൃശ്യം, രൂപസാമ്യം. 6 സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള സൂചന. 7ാമത്തത് മുന്നടയാളം, കളങ്കം, ചീത്തപ്പേര്. ഇങ്ങനെയൊക്കെ നിഴലിനർത്ഥമുണ്ട്. അപ്പൊ നിഴലിന്റെ അർത്ഥങ്ങളൊന്നും ഭാഷാപരമായി പഠിക്കാതെ നിഴൽ എന്ന് പറയുമ്പോഴേക്ക് ഹാലളകരുത്. ഇനി ഒന്നുകൂടി പറയട്ടെ, പ്രകാശത്തിന്റെ നിഴലുണ്ട്. അത് ഹദീസിൽ കാണാം. അത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു നിലക്കും ഒരു നിഴലും ഒരിക്കലും ഇല്ല എന്ന് സുന്നികൾ പറയുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് സുന്നികളിലേക്ക് ഖുർആനിൽ ആയത്തോതിയിട്ട് വിമർശിക്കാൻ വരുന്ന ചില പുത്തൻവാദികളുണ്ട്. അതും അവരുടെ വിവരക്കേടാണ്. അതെന്താണ് അവരതിന് ഉപയോഗിക്കുന്ന ആയത്ത് എന്നറിയോ? അതും കൂടി ഞാനൊന്ന് പറയാം സുഹൃത്തുക്കളെ. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരായത്തിൽ അല്ലാഹ് പറയുന്നു, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വദിലാലുഹും ബിൽ ഗുദുവി വൽ ആസാൽ. എല്ലാവരും എഴുന്നേറ്റുന്നൊരു തസ്ബീഹ് ചൊല്ലിക്കോളി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹ് പറയുന്ന ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. ഫൗഅൻ വകർഹ, അനുസരിച്ചോ അല്ലെങ്കിൽ നിർബന്ധമായോ. വദിലാലുഹും, ആകാശഭൂമികളിലുള്ളതിന്റെ നിഴലും സുജൂദ് ചെയ്യുന്നുണ്ട്. ബിൽ ഗുദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും. ഇവിടെ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു. റൂഹുൽ ബയാൻ തഫ്സീറിൽ കാണാം. ഖാല ബഅദുൽ കിബാരി മിൻ അസ്റാരി ഹാദൽ ആലമി ഇന്നഹു മാ മിൻ ഹാദിദിൻ ഇല്ലാ വലഹു ദില്ലുൻ യസ്ജുദു ലില്ലാഹ്. ഏത് സൃഷ്ടിയുണ്ടോ ആ സൃഷ്ടിക്ക് മുഴുവനും അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന നിഴലുണ്ട്. ഇത് റൂഹുൽ ബയാൻ തഫ്സീറിലുള്ളതാണ്. അത് തെറ്റാണെന്ന് പറയാൻ ഇവിടെ പുത്തൻവാദി വരികയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ അതാ മുഹമ്മദ് നബിക്ക് നിഴലില്ലെങ്കിൽ എല്ലാ വസ്തുവും സുജൂദ് ചെയ്യുന്നുണ്ട് സൃഷ്ടികളെന്ന് പറഞ്ഞപ്പോ നബിക്ക് ആ ബഹുമാനം പോയില്ലേ എന്ന് പുത്തൻവാദി നമ്മളോട് ചോദിക്കുകയാണ്. മറ്റൊന്ന് പറയട്ടെ, അത് നബിക്ക് തീരെ നിഴലില്ലാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോ അവര് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു സുജൂദ് ചെയ്യുന്ന നിഴലില്ല എന്ന ഒരു ന്യൂനത നബിക്കുണ്ടായില്ലേ എന്ന് ചോദിച്ച് നബിയെ കൊച്ചാക്കാൻ ശ്രമിക്കുകയാണ് പുത്തൻവാദി. അപ്പൊ അവനെയും നമുക്ക് നേരിടേണ്ടതുണ്ട്. അപ്പൊ ഖുർആൻ പറഞ്ഞല്ലോ ദില്ല് സുജൂദ് ചെയ്യുമെന്ന്. ഇത് ആയത്തിന്റെ തഫ്സീർ നോക്കുമ്പോൾ നമ്മളെ വകയിൽ ഖുർആനും ഹദീസും കൈകാര്യം ചെയ്യാൻ നിവൃത്തിയില്ല. തഫ്സീർ നോക്കുമ്പോ യഅനി അന്ന ദില്ല കുല്ലി ഇൻസാനിൻ യസ്ജുദു മഅഹു ബിസുജൂദിഹി ഫദില്ലുൽ മുഅ്മിനി യസ്ജുദു താഇയൻ. അങ്ങനെ മാവർദിയുടെ തഫ്സീറിൽ കാണാം, ഇതുപോലെ റാസിയുടെ തഫ്സീറിൽ കാണാം. അങ്ങനെ ഓരോ പണ്ഡിതന്മാരുടെയും തഫ്സീറുകളിൽ അത് കാണാം. മുഅ്മിനീങ്ങൾ എല്ലാവരും സുജൂദ് ചെയ്യുന്നു, അവരെ നിഴലും സുജൂദ് ചെയ്യുന്നു. അപ്പൊ ആ മഹത്വം നബിതങ്ങൾക്ക് ഇല്ലെന്ന് പുത്തൻവാദി പറയും. അവിടെ അവനെ നേരിടേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ മറുപടിയും കൂടി നമ്മളെ കൈവശത്തിൽ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പണ്ഡിതൻ സംസാരിക്കുമ്പോ ഇസ്ലാമിന്റെ സർവ്വവിരോധികൾക്കും അടച്ച മറുപടിയോടുകൂടിയാകണം അവന്റെ മറുപടി. അല്ലാതെ വെറും 1 or 2 കാര്യം കൈകാര്യം ചെയ്താൽ പോരാ. സുഹൃത്തുക്കളെ, അങ്ങനെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ പറഞ്ഞ നിഴലിയില്ലേ? ഇല്ല. അതേ സമയത്ത് നബിതങ്ങൾക്ക് പ്രകാശത്തിന്റേതായ ഒരു നൂറുണ്ട്, ഒരു വില്ലുണ്ട്, ഒരു നിഴലുണ്ട്. അത് പ്രകാശ നിഴലാണ്, ഇരുട്ട് നിഴലല്ല. പണ്ഡിതന്മാരൊക്കെ പറയുന്ന നിഴൽ ഇരുട്ട് നിഴലില്ലെന്നാണ്. ഉണ്ടെന്ന് പറയുന്നത് പ്രകാശ നിഴലാണ്.
അത് ഇമാമീങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെ വകയിൽ പറയാൻ നിവൃത്തിയില്ലല്ലോ. അതും ഇമാമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഹദീസിന്റെ വ്യാഖ്യാനത്തിലാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഖുർആനും ഹദീസും തമ്മിലെതിരില്ല. നബിതങ്ങൾക്ക് ഒരു നിലക്കും ഒരു സ്ഥാനത്തിന്റെയും കുറവില്ല. ഒരു സ്ഥാനവും നബിതങ്ങൾക്ക് കുറച്ച് പറയാൻ മരണം വരെ നമ്മളെ കൊണ്ട് സാധ്യവുമല്ല. അത് പുത്തൻവാദിയുടെ ഏർപ്പാടാണ്. അവലം യറൗ ഇലാ മാ ഖലഖല്ലാഹു മിൻ ശൈഇൻ യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വസ്സമാഇ സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ. ഇങ്ങനെയും ഒരായത്ത് ഖുർആനിലുണ്ട്. എല്ലാ വസ്തുക്കളും അല്ലാഹു പടച്ചതൊക്കെ അതിന്റെ നിഴലുകൾ പടച്ച റബ്ബിന് സുജൂദായി വീഴുന്നു എന്നാണ് അതിന്റെ നേരെ അർത്ഥം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ഖുർആൻ ഓതിയിട്ട് നബിതങ്ങൾക്ക് നിഴലില്ലെന്ന് നമ്മളെ ഇമാമീങ്ങൾ പറഞ്ഞപ്പോ ഖുർആൻ കൊണ്ട് ഇമാമീങ്ങളെ ഖണ്ഡിക്കാമെന്ന് മനസ്സിലാക്കി വരുന്ന പുത്തൻവാദി നിങ്ങളിങ്ങോട്ട് കടക്കാൻ അനുവദിക്കൂല. മഹാനായ മർഹൂം കീഴൻ ഉസ്താദ്, ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് പഠിക്കുന്ന സമയത്ത് കടമേരിയിൽ ഒരു പള്ളി ദർസ് ഉദ്ഘാടനം പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചു. ഉസ്താദ് അവരുടെ നാട്ടിലാണ് പ്രസംഗം. അതേ മഹാനായ മർഹൂം, അതേ ഇവിടുത്തെ മരിച്ചുപോയ ഖാദിയാരും അഹമ്മദ് മുസ്ലിയാരും ഉണ്ട്, മേനക്കോത്ത് അഹമ്മദ് മുസ്ലിയാർ. സുഹൃത്തുക്കളെ, അന്ന് അതുപോലെ തന്നെ അതാ കുഞ്ഞപ്പോക്കർ മുസ്ലിയാരുണ്ട്, നമ്മുടെ അതാ കുറുവന്തേരിയിലെ കുഞ്ഞപ്പ മുസ്ലിയാരെ പിതാവുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാനിങ്ങനെ ഉസ്താദിനോട് പലതും ചോദിച്ചു പഠിക്കുമ്പോ എന്നോട് പറഞ്ഞ്, പുത്തൻവാദിയെ കടന്നു വരുന്ന ഗേറ്റിൽ വെച്ച് പിടിക്കണം, കയറാൻ വിടരുത്. അന്ന് മഹാനായ കീഴൻ ഉസ്താദ് തന്ന പൊരുത്തമാണ്. ആ പൊരുത്തം വെച്ചിട്ട് ആലിമീങ്ങളെ പൊരുത്തത്തോടുകൂടിയാണ് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം പറയാറുള്ളത്. കേട്ടോ, പലരും പലതും പറഞ്ഞേക്കാം. പക്ഷേ ഒരൊറ്റ ആലിമിനെയും നിന്ദിച്ചുകൊണ്ട് എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, പറയില്ല. ആലിമീങ്ങൾ ആലിമീങ്ങളാണ്. അവർക്ക് ചിലപ്പോൾ മസ്അലയിൽ വീക്ഷണ വ്യത്യാസമുണ്ടാകാം. അതിന്റെ പേരിൽ ഒരാലിമിനെയും എന്നല്ല ഒരു മുസ്ലിമിനെയും എന്നല്ല ഒരു അമുസ്ലിമിനെ പോലും നിന്ദിക്കരുതെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു നിഴലും ഒരു നിലക്കും ഇല്ലെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനൊരു മഹത്വമില്ലെന്നല്ലേ എന്ന് ചോദിച്ച് ഇവിടെ പുത്തൻവാദി പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ നടന്ന ഒരു പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ബീവി സൈനബ റളിയല്ലാഹു അൻഹാ നബിതങ്ങളുടെ മറ്റൊരു ഭാര്യയെ നിന്ദിച്ചുകൊണ്ടൊരു വാക്ക് സംസാരിച്ചതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അച്ചടക്ക നടപടി സ്വീകരിച്ച് മിണ്ടാതിരുന്ന ഹദീസ് ഇമാം മുസ്നദ് റളിയല്ലാഹു ഇമാം അഹ്മദ് റളിയല്ലാഹു മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തത് പറയുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പുരുഷന്റെ വില്ല് കണ്ടുവെന്നും നബിയുടെ വില്ല് കണ്ടുവെന്നും പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ നിഴല് കണ്ടുവെന്ന് ഞാനൊരർത്ഥം പറഞ്ഞിരുന്നു. ആ അർത്ഥത്തെ കുറിച്ച് പിന്നീട് ചോദ്യം വന്നിരുന്നു. ആ ചോദ്യം വന്നപ്പോൾ ഞാനെന്ന് പറഞ്ഞ മറുപടി ഞാൻ മറന്നിട്ടില്ല, മറക്കില്ല, മറക്കേണ്ടതില്ല. അന്ന് പറഞ്ഞതൊക്കെ എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞ മറുപടി എന്താണ്? ഇതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. ഈ മറുപടികളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ അത് വെട്ടിമുറിച്ച് കേൾപ്പിച്ചിട്ട് അതാ ഇയാൾ മലക്കം മറിയുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവൻ ആഖിറത്തിൽ കുടുങ്ങുന്നത് വേറെ. പക്ഷേ ദുന്യാവിലും ആഖിറത്തിലും അത്തരം ക്ലിപ്പുകാരെ ക്ലിപ്പ് കേട്ട് ഒരു മുസ്ലിമും പെട്ടുപോകണ്ട. അതുകൊണ്ടാ പറയുന്നത്, അന്ന് ചോദിച്ചപ്പോൾ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഴലുണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. ചോദിച്ചപ്പോ ആ ചോദ്യം ഞാൻ തന്നെ ഒന്ന് ആവർത്തിച്ചന്ന് പ്രസംഗിച്ചാണ്. ഇന്നും അത് CD-യിൽ കാണാം. അതിന് ഞാൻ മറുപടി പറയുന്നത് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരല്ല. നബി തങ്ങൾക്ക് നിഴലില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരല്ല. എന്തുകൊണ്ട്?
നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴലുണ്ടായി എന്ന് പറഞ്ഞതാണ് ഞാനവിടെ പറയേണ്ടത്. അവിടെ ഉണ്ടാകാറുണ്ട് എന്നായിപ്പോയിട്ടുണ്ട് വാക്ക്. അതൊരു വലിയ വിഷയമല്ല, അത് വാക്കിലുള്ള പിഴവാണ്. നിഴൽ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നിഴൽ ഉണ്ടാകാറുണ്ട് എന്നുമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ പറയാൻ, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. എപ്പോഴും എങ്ങനെയും നിഴലുണ്ടാകാറുണ്ട് എന്നല്ല. ഉണ്ട് എന്ന് പറഞ്ഞതിനർത്ഥം ആ സമയത്ത് അപ്പോൾ നിഴൽ കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചിലപ്പോൾ നിഴൽ കാണാറില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ ഭാഗങ്ങൾ മുഴുവൻ കട്ടിട്ടാണ് ഇപ്പൊ കേൾപ്പിക്കുന്നത്. ഇനിയിരിക്കട്ടെ, അതിൽ ഞാൻ പറയുന്ന വാക്ക് തീർത്തും വായിക്കാം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോൾ കാനലായ ഖവലൽ അർളി, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നദില്ലഹു, നബി തങ്ങളുടെ തണൽ കാനലായ ഖവലൽ അർളി, അത് ഭൂമിയിൽ പതിക്കാറില്ല. അത് എന്തുകൊണ്ടാണ്? അതിന് കാരണം പറയുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒക്കെ ചവിട്ടിപ്പോകും. നബി സല്ലല്ലാഹുവിന്റെ തണൽ അത് ചിലപ്പോൾ മുസ്ലിമും അമുസ്ലിമും കൈ ഒക്കെ ചവിട്ടിപ്പോകും. അതുപോലെ തന്നെ ചിലപ്പോൾ മോശമായ സ്ഥലത്തായി പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഒരു മുഅ്ജിസത്താണ്. അവിടുന്ന് ശംസിന്റെയും ഖമറിന്റെയും കീഴിൽ നടന്നു പോകുമ്പോൾ ആ സമയത്ത് തണൽ ഉണ്ടാകാറില്ല എന്നല്ലാതെ നബി തങ്ങൾക്ക് ഒരു നിലക്കും ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു നിഴലും ഉണ്ടാകാറില്ല എന്നല്ല. അപ്പൊ കണ്ണാടിയിൽ നബിയുടെ നിഴൽ കാണാറില്ലെന്നോ, അതേപോലെ നിഴൽ കണ്ടുവെന്ന് വേറെ ചില ഹദീസിൽ വന്നതും ഇല്ലെന്നോ റസൂലുള്ളാഹിന്റെ ഹദീസ് നിഷേധിക്കരുത്. ഇനി അതാണ് ഞാൻ വേറൊരു ഹദീസ് ഉദ്ധരിക്കുന്നത്. കേട്ടോളൂ സുഹൃത്തുക്കളെ, ആ നിഴലും സാധാരണ പറയുന്ന ഇരുട്ട് നിഴലല്ല. അതേതാണ് ഹദീസ്? നിങ്ങൾക്ക് കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വർഗവും നരകവും കണ്ട സംഭവം ഉദ്ധരിക്കുകയാണ്. സല്ലൈനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു സലാത്തിൽ കൂടി, ഇതൊരു നല്ല വിഷയമാണ്, ഇത് ഞാൻ ഇതുവരെ ഇത്ര വിശദീകരിച്ചിട്ടില്ല. ഇത് പറയുന്നത് കുറെ ആളുകൾ വെറുതെ നരകത്ത് കൊണ്ടാക്കിയിട്ടാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരുന്നോളൂ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, സല്ലൈനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി, നബി തങ്ങളുടെ കൂടെ ഞങ്ങൾ സുബഹി നിസ്കരിച്ചു. ഫബൈനമാ ഹുവ ഫി സ്വലാത്തി, നബി തങ്ങൾ നിസ്കാരത്തിലായിരിക്കെ മദ്ദയദഹു, നബിയുടെ കൈ നീട്ടി. സുമ്മ അഖറഹാ, പിന്നെ കൈ ഇങ്ങോട്ട് വലിച്ചു. ഫലമ്മാ ഫറഗ മിന സ്വലാത്തി, പിന്നീട് നിസ്കാരം കഴിഞ്ഞപ്പോ ഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു നബിയേ, സനഅത ഫീ സ്വലാതിക ഹാദിഹി മാ ലം തസ്റഇ ഫീ സ്വലാത്തിൻ ഖബ്ലഹാ, തങ്ങളുടെ നിസ്കാരത്തിൽ ചെയ്യാത്തൊരു കാര്യം ചെയ്തത് കണ്ടല്ലോ. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തുൽ ജന്നത, ഞാൻ സ്വർഗം കണ്ടു. അത് ഉരിദത് അലയ്യ, സ്വർഗം എനിക്ക് കാണിക്കപ്പെട്ടു. വറഅയ്തു ഫീഹാ, ആ സ്വർഗത്തിൽ ഞാൻ കണ്ടു. ഖുതൂഫുഹാ ദാനിയ, അതിന്റെ കൊലകൾ ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അതേ ഹബ്ബുഹാ കദ്ദിബാ, അതിന്റെ വിത്തുകൾ നല്ല ചൊരങ്ങ പോലെയുണ്ട്. ഫറത്തു അൻ അതനാബല മിൻഹാ, അതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പറിക്കാൻ നോക്കി. ഫൗഹാ ഇലൈഹാ, അപ്പൊ സ്വർഗത്തിനുള്ള വഹി അറിയിച്ചു, അനിസ്തഖരി, ഒന്നങ്ങ് പിന്നോട്ട് മാറിക്കോ. ഫസ്തഖറത്, അപ്പോൾ ആ സ്വർഗം ഒന്ന് പിന്നോട്ട് മാറി. സുമ്മ ഉരിൽതു അലയ്യന്നാർ, പിന്നെ എനിക്ക് നരകം കാണിക്കപ്പെട്ടു. എവിടെയാ നരകം? ബൈനീ വ ബൈനക്കും, എന്റെ ബേക്കിലാണ്, നിങ്ങളെ മുന്നിലാണ്. നിങ്ങളെ മുന്നിൽ എന്റെ ബേക്കിൽ നരകം കാണിക്കപ്പെട്ടു. ഹത്താ റഅയ്തു ദില്ലീ വ ദില്ലക്കും, അവിടെ ഞാൻ നിങ്ങളുടെയും എന്റെയും നിഴല് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഔമതു ഇലൈക്കും, അപ്പോൾ നിങ്ങളോട് ഞാൻ കാണിച്ചു, അനിസ്തഗ്ഫിറൂ, ബേക്കോട്ട് പോയിക്കോ. ഫൗഹാ ഇലയ്യ, അപ്പോൾ എനിക്ക് വഹി കിട്ടി. ഓ നബിയെ, അവരോട് ബേക്കോട്ട് പോണ്ട, പറയേണ്ട ആവശ്യമില്ല, നഖിറുഹും, അവരോട് തന്നെ കിടക്കട്ടെ. ഫഇന്നക അസ്ലംത,
തങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, വാസിലമു അവരും രക്ഷപ്പെട്ടിട്ടുണ്ട്, വഹാജ അതെ തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അതുപോലെ അവരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, വഹാജർത്ത തങ്ങൾ മക്കയിൽ ഹിജറ വന്നിട്ടുണ്ട്, വഹാജറു അവരും ഹിജറ വന്നിട്ടുണ്ട്, വജാഹത്ത തങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്, വജാഹദു അവരും അധ്വാനിച്ചിട്ടുണ്ട്. ഫലം അറലി അലൈക്കും ഫളൻ ഇല്ലാ ബിന്നുബുവ അപ്പൊ നിങ്ങൾക്കുമുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ, നുബുവത്ത് കിട്ടിയുള്ള മഹത്വങ്ങളാണല്ലോ എനിക്കുള്ളത്. ഇത് ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടാണെങ്കിൽ സുഹൃത്തുക്കളെ, നിഴലില്ലെന്ന് റിപ്പോർട്ട് ചെയ്ത അതേ പണ്ഡിതന്മാര് തന്നെ ഈ നിഴല് കണ്ടുവെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടും ഞാനൊന്ന് വായിക്കട്ടെ, അതിലൊന്നുകൂടി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അതാ ഈ സ്വർഗവും നരകവും കാണിച്ചു കൊടുത്ത സംഭവം. ആ സംഭവത്തിൽ നബി തങ്ങൾ പറയാണ്, ഇന്നീ റഅയ്തുൽ ജന്ന ഞാൻ സ്വർഗം കണ്ടു, ഫറഅയ്തു ഫിഹാ ദാലിയതൻ ഖുതൂഫുഹാ ദാനിയ. അവിടെ റിപ്പോർട്ട് അങ്ങനെയാണ്, അതാ എനിക്കവിടെ മുന്തിരിങ്ങയുടെ കൊലകൾ ഇങ്ങടുത്ത് വരുന്നത് കണ്ടു. അങ്ങനെ നേരത്തെ പറഞ്ഞ ചൊരങ്ങ പോലെ നല്ല വലിയ കായകളാണ്. ഫാറത്തു അൻ അതലാവല മിൻഹാ അതിൽ നിന്ന് പറിക്കാൻ ഞാൻ നോക്കി. ഫൗഹല്ലാഹു ഇലൈഹാ നിസ്തഗ്ഫിരി അപ്പൊ സ്വർഗത്തോടങ്ങോട്ട് പിന്നോട്ട് മാറാൻ അല്ലാഹുവിന്റെ വഹി. പിന്നെ ഞാൻ നരകം കണ്ടു. അപ്പോൾ നിങ്ങളോട് അതാ ഞാൻ നരകം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ആ പിന്നിലുള്ള സഹാബികൾ അവിടെ തന്നെ നിന്നോട്ടെ, കാരണം അവരും ഇസ്ലാമായിട്ടുണ്ടല്ലോ, അവരും ഹിജ്റ പോയിട്ടുണ്ടല്ലോ, അവരും ജിഹാദ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുമുണ്ടല്ലോ. ഇത് ഹദീസാണ്, ഹദീസിന് സ്വന്തം അർത്ഥം പറയാൻ എനിക്ക് അധികാരമില്ല. ഇനി ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഹദീസാണെങ്കിലും ശരി, മുസ്നദിലാണെങ്കിലും ശരി, ഈ ഹദീസാണെങ്കിലും ശരി, ഏത് ഹദീസിനും ഇന്ന ഇമാമി ഇന്ന വ്യാഖ്യാനം പറഞ്ഞുവെന്ന് കാണിച്ചു തന്നാൽ ആ വ്യാഖ്യാനം വിട്ടുകൊണ്ടൊരു വ്യാഖ്യാനം പറയാൻ എനിക്കെന്നല്ല ഒരാൾക്കും അധികാരമില്ല. സ്വന്തത്തിലാരെങ്കിലും വ്യാഖ്യാനം പറഞ്ഞാൽ ഏത് കിതാബിലാണെന്ന് ചോദിക്കുന്ന പതിവ് മുസ്ലിംമാർക്കുണ്ടാവും, സ്വാഭാവികമാണ്. അതുകൊണ്ട് പറയട്ടെ, അതാ ഇതിന്റെ വ്യാഖ്യാനം പറയുന്നത് കേട്ടോ. അമ്മാ ഖൗലുഹു ഇമാമിങ്ങൾ പറയാണ്, ഹത്താ റഅയ്തു ദില്ലി വദില്ലകും ഫീഹാ നരകം കാണിച്ചു കൊടുത്തപ്പോ അവിടെ എന്റെ നിഴലും നിങ്ങളെ നിഴലും ഞാൻ കണ്ടുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതെന്ത് നിഴലാണ്? നിഴലില്ല എന്നല്ലേ നമ്മൾ വിശ്വസിച്ചു വന്നത്. അതേത് നിഴലാണ്? ഒരിക്കലും അത് ഇരുട്ട് നിഴലല്ല. നമ്മൾ സാധാരണ പറയുന്ന ഇരുട്ട് നിഴലുണ്ടല്ലോ, വെളിച്ചത്തിന്റെ മുമ്പിൽ ഒരു തടസ്സം വരുമ്പോൾ തടസ്സത്തിന്റെ പിന്നിൽ വരുന്ന ഇരുട്ട്, അതിനാണ് നമ്മൾ സാധാരണ നിഴലെന്ന് പറയല്. ആ നിഴല് റസൂലുള്ളാഹിക്ക് ഇല്ലെന്നാണല്ലോ ഇമാമിങ്ങൾ പലരും പറഞ്ഞത്. അതനുസരിച്ച് വിശദീകരണം വരികയാണ്. ഈ നിങ്ങളെ നിഴലും എന്റെ നിഴലും ഞാൻ കണ്ടു നബി തങ്ങൾ പറഞ്ഞത് എന്ത് നിഴലാ? ഫന്നാറു സൗദാഉ മുദ്ലിമ ഇത് നരകമാണ് കണ്ടത്, നരകമാണ് കണ്ടത്. ആ നരകം നബിതങ്ങൾക്ക് നരകത്തിൽ നിന്ന് ദുന്യാവിൽ വെച്ച് തന്നെ കാണുമ്പോ തന്നെ നരകത്തിനപ്പുറം അല്ലാഹുവിന്റെ റസൂൽ എത്തിയിട്ടുണ്ട്. നരകം ബേക്കില. നബിതങ്ങൾ സിറാത്ത് പാലം കടന്ന കാഴ്ചയാ. അതേ സഹാബത്ത് സിറാത്ത് പാലം കടക്കണ്ടവരാ, അവരുടെ മഖാമതാണ്. ആ മഖാമിലുള്ള സഹാബത്ത് കടക്കുമ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല, തങ്ങൾ മുന്നിൽ കടന്നിട്ടുണ്ട്, അവർക്ക് പ്രശ്നമില്ല എന്നാണല്ലോ വിവരം കൊടുത്തത്. അപ്പൊ അവര് പിന്നിലാണ്, അവരെ മുന്നിലാണ് നരകം കണ്ടത്, നബിയുടെ പിന്നിലാണ് നരകം കണ്ടത്. പിന്നിലും കാണാനുള്ള കഴിവ് നബി തങ്ങൾക്കുണ്ട്. അങ്ങനെ നരകം കണ്ടപ്പോൾ നരകത്തിന്റെ അവസ്ഥ എന്താണ്? സൗദാഉ മുദ്ലിമ. നരകം കൊള്ളാൻ ആരും പോകരുതേ, നരകത്തിന് നന്നായി ഭയപ്പെടണേ. ഇവിടെയുള്ള തീയല്ല, അതിന്റെ 70 ഇരട്ടി ചൂടാണ്. സൗദാഉ മുദ്ലിമ, കറുത്തിരുണ്ടിട്ടാണ് നരകം. നരകത്തിലെ തീ കറുത്തിരുണ്ടിട്ടാണ്. അങ്ങനെ കറുത്തിരുണ്ട തീയാണ് കണ്ടത്. വൽമുഅ്മിനൂന ഈമാനുള്ള മുഅ്മിനീങ്ങൾ എഴുന്നേറ്റ് നിന്നോളൂ സുഹൃത്തുക്കളെ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ വെളിച്ചം തരണേ, ആഖിറത്തിൽ വെളിച്ചം തരണേ, പ്രകാശം തരണേ.
അതാ വിശദീകരിക്കുന്നു ഇമാമിങ്ങൾ. വൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങളാകുന്നത്. നബിതങ്ങൾക്ക് നേരത്തെ തന്നെ നൂറുണ്ടല്ലോ, എന്നാൽ സ്വർഗത്തിൽ കടക്കുന്ന മുഅ്മിനീങ്ങൾ അഹ്ലു നൂരിൻ വളിയാ, അവരും പ്രകാശക്കാരാണ്, വെളിച്ചക്കാരാണ്. ഫൈദാസ്റഫൂ അലന്നാരി ഗദൻ, നാളെ അവര് നരകത്തിലേക്ക് മുന്നിടുമ്പോൾ വഖഅലൗഹും അലന്നാരി അലാ മഖാദീരി അജ്സാദിഹിം, അവരുടെ ശരീരങ്ങൾക്കുള്ള പവറുകൾ അനുസരിച്ച് ആ കറുത്തിരുണ്ട തീയിന്റെ മേലെ അവരെ പ്രകാശം പതിയുകയാണ്. അതേ ഫഅളാഅത്ത് വഖഫഅളാഅത്ത്, അതേ ഫദാലിക ദില്ലുഹും ഫിന്നാർ, എന്റെ നിഴലും സദാ സ്വഹാബത്തിന്റെ നിഴലും കണ്ടു, മുഅ്മിനീങ്ങളെ നിഴലും കണ്ടുവെന്ന് പറഞ്ഞാൽ അത് ഇരുട്ട് നിഴലല്ല, അത് പ്രകാശ നിഴലാണ്. ഇരുട്ടിന്റെ മേലെ പ്രകാശം പതിയുകയാണ്. കമാ അന്ന الشمس إذا أشرقت على الأرض فأضاءت وقعت لأجسادهم التي لا ضوء لها على ذلك الضوء ظلما. ഭൂമിയിൽ അതാ സൂര്യനോ ചന്ദ്രനൊക്കെ വരുമ്പോ ഭൂമിയിൽ ഇരുട്ട് പതിയുന്നതിന് പകരം അപ്പോൾ സാധാരണ നമ്മൾക്കൊന്നും പ്രകാശമില്ലാത്ത ശരീരമാണ്, അതുകൊണ്ട് ഇരുട്ടാണ് അപ്പുറത്ത് പതിയുക. അതേസമയം ഈമാനുള്ള മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല, അവർക്ക് പ്രകാശമാണ്. ആ പ്രകാശം ഇരുണ്ട നരകത്തിന്റെ മേലെ ആ പ്രകാശം പതിയുകയാണ്. ഫദാലിക ദില്ലുഹു ഹുനാ, ഇവിടെ ഇരുട്ടാണ് നിഴലെങ്കിൽ ഫൈദാ കാന ഫിൽ ആഖിറതി വഅതുന്നൂറ ഫമറൂ ബിനൂരിഹിം വഅജ്സാദുഹും മുളീഅത്തുൻ വഖഅദൂഹും അലാ ദുൽമത്തിൻ നാരി ഫസുമ്മിയ ദാലിക ദൗ അലാ ദുൽമത്തി ദില്ലാ. ആ ഇരുട്ടിന്റെ മേലെ പതിക്കുന്ന പ്രകാശത്തിന് നിഴലെന്ന് പേര് ഹദീസിൽ വന്നതാണ്. ഇതാണ് സുഹൃത്തേ ഞാൻ അന്ന് തന്നെ പറഞ്ഞത്, ഒരു നിലക്കും ഒരു നിഴലും ഒരിക്കലുമില്ലെന്ന് പറയണ്ട. എന്നാൽ ഈ പ്രകാശത്തിന്റെ നിഴല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഭൂമിയിൽ പതിയണമെന്നില്ല. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഉറങ്ങുന്ന സമയത്ത് അവിടുന്ന് സുജൂദിലേക്ക് പോകുമ്പോ ആയിഷ ബീവിയുടെ കാല് ഒന്ന് മാറ്റിവെച്ച് സുജൂദ് ചെയ്യാൻ വേണ്ടി കാല് പിടിച്ചു ഞെക്കുന്നു. അപ്പൊ കാല് മാറ്റിവെക്കുന്നു. അവിടെ ബീവി പറയുന്നു, അന്ന് ഞങ്ങൾക്ക് വിളക്കുണ്ടായിരുന്നില്ല, നബി വരുന്നത് ഞാൻ കാണാറില്ല. അതേ ബീവി തന്നെയല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീനുള്ള മറ്റൊരു ബീവിയല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? സൂചി വീണുപോയത് നബി തങ്ങളുടെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട് കിട്ടി. ഈ പ്രകാശ നിഴല് എപ്പോഴും എല്ലാ സ്ഥലത്തും പതിയാറില്ല. അതാണ് അന്നത്തെ ആ മറുപടിയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു നിലക്കും ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു നിഴലും ഉണ്ടാകാറില്ല എന്നല്ല. നിഴലില്ലെന്ന് പറഞ്ഞതിനർത്ഥം, നിഴലുണ്ടെന്ന് പറഞ്ഞതിനർത്ഥം നമ്മൾ പറയുന്ന ഇരുട്ട് നിഴലുണ്ടെന്നല്ല. ഇത് മനസ്സിലാക്കാതെ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെന്നോ ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരെ പേരോട് പ്രസംഗിച്ചുവെന്നോ പറഞ്ഞു നടന്ന് ആഖിറം നഷ്ടപ്പെടുത്തണ്ട. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? കുറെ ദുർബലരായ ആളുകൾക്ക് ക്ഷമ ഉണ്ടാവില്ല, മനക്കരുത്തുള്ളവർക്ക് ക്ഷമ ഉണ്ടാവും. അപ്പൊ മനക്കരുത്തുള്ള പ്രവർത്തകർക്കൊന്നും ഒരു സംശയമില്ല, അതുപോലെ ആലിമീങ്ങൾക്ക് സംശയമില്ല, ഒരാൾക്കും സംശയമില്ല. അതേ സമയത്ത് ദുർബലരായ ചിലരെ ഇങ്ങനെ ക്ലിപ്പ് മുറിച്ച് അപ്പുറവും ഇപ്പുറവും ഇട്ട് ഇങ്ങനെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതാണ്. ഇക്കാര്യങ്ങളൊക്കെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിനെ കുറിച്ചും നൂറിന്റെ പ്രകാശത്തെക്കുറിച്ചും ആ നിഴലിനെ കുറിച്ചും, അതുകൊണ്ട് തന്നെ നൂറുള്ളത് കൊണ്ട് ഇപ്പറഞ്ഞ ഈ ഒരു നിലക്കുള്ള നിഴലുണ്ടാകാറില്ല എന്നുള്ളതൊക്കെ വെറുതെ വൈദ്യ സംസാരിക്കുമ്പോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പേരാമ്പ്രയിൽ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മൂടി വെച്ചിട്ട് പ്രസംഗത്തിന്റെ വാലും തലയും മുറിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്, അത്തരത്തിലുള്ള എല്ലാ വസ്വാസുകാരുടെ ഷർറിൽ നിന്നും ഈ ഉമ്മത്തിനെ അല്ലാഹു കാക്കട്ടെ. പോയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബുർദ വൈത്തി 25 ദിവസം,
അത് ശരിക്കും ഒരാൾ ഇഖ്ലാസോടെ കേട്ടാൽ പിന്നെ ഒരു വസ്വാസും ഖന്നാസും ഉണ്ടാവില്ല. അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ പറയുന്നതൊന്നുമല്ല, പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരണം ഞാൻ പറയാൻ കാരണം മുസ്ലിമീങ്ങളെ ഈമാൻ തെറ്റിച്ച് കളയുന്നു. ഞാൻ ഇതുവരെ പറയാതിരുന്നത് ഫിത്നക്കാർ ഇങ്ങനെ പറയുന്നതൊക്കെ നമ്മൾ നേരം പോകണ്ടല്ലോ. അതേസമയത്ത് പുത്തൻവാദികളായ മൗലവിമാര് ഞാനിങ്ങനെ അവരെ പോലെ തന്നെ പറയുന്നു എന്ന് പ്രചരിപ്പിച്ചിട്ട് അവരാശയം പ്രചരിപ്പിച്ചാൽ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഇത്രയും വിശദീകരിക്കാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ എന്താ മോനെ മറുപടി? ഉണ്ടോന്നോ ഇല്ല എന്താ പറയണ്ടേ? ഇല്ല എന്ന് പറയണോ? ഉണ്ട് എന്നല്ല, ഇല്ല എന്ന് പറയണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും എന്താണ് നമ്മൾ സാധാരണ പറയുന്ന നിഴലുണ്ട് എന്ന് പേരുകൊണ്ട് നിഴലില്ല എന്ന് പറയണം. ഉണ്ടോ ഇല്ലേ ഇല്ല. നബി തങ്ങൾ നീളം കൂടുതലുള്ള ആളോ കുറവുള്ള ആളോ എന്ത് പറയണം? ഒത്ത നീളമുള്ള ആളാണെന്ന് പറയണം. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ നീളമുള്ളതിന്റെ മുമ്പിലും ചിലപ്പോൾ നീളം അതിനേക്കാളും നീളം കാണാറുണ്ട്. ഞാൻ നേരത്തെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് കൂടെ കൂടുതൽ നീളമുള്ള ആളാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അപ്പൊ ആളുകൾ തിരിച്ചു പോകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ചോദിച്ചാൽ ഒത്ത നീളമുള്ള ആൾ, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പക്ഷേ നബി തങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ചില സംഗതികൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പറച്ചിലുണ്ട്. അതേ സമയത്ത് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. ഉദാഹരണത്തിന് അതാ ആരാണ് ആനേനെ പഠിച്ചത്? അല്ലാഹ്. അല്ലേ? സിംഹത്തിനെ പഠിച്ച് അല്ലാഹ്. ഇങ്ങനെ പോയിട്ട് ഒരാൾ ചോദിച്ചു പന്നീനാരാ പഠിച്ചത്? ആരാ പഠിച്ചത്? അല്ലാഹ് തന്നെയാണ്. പക്ഷെ പന്നീനെ പഠിച്ച പഠിച്ചോ എന്ന് അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ല. പന്നീനെ പഠിച്ച പഠിച്ചോ എന്ന് അള്ളാഹിനെ പറ്റി പറയുമ്പോൾ അള്ളാഹിനൊന്നെല്ലാം നിസ്സാരപ്പെടുത്തൽ വരും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അതേസമയത്ത് പഠിപ്പിക്കാൻ വേണ്ടി പന്നിയെ പഠിച്ചത് അള്ളാഹ് തന്നെയാണെന്ന് കുട്ടികളോട് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പറച്ചലിനൊക്കെ കണക്കുണ്ട്. അപ്പൊ ഒരു ചോദ്യം വന്നിട്ട് പറയുമ്പോ അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പറച്ചലാ. അതുപോലെ പറയും പോലെ അല്ല സാധാരണ നിലക്ക് പറയുമ്പോൾ. അതുകൊണ്ട് ആലിമീങ്ങളൊക്കെ പറയേണ്ടതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഴൽ ഇല്ല, തീരെ ഇല്ല, ഒരിക്കലും ഇല്ല എന്നൊക്കെ തന്നെയാ പറയാ. ആ പറയുന്നതിന്റെ ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹുവിന്റെ ഹദീസിൽ വന്ന ഞാൻ അല്ലാഹു തആല എനിക്ക് ഇവിടെ നരകം കാണിച്ചു തന്നപ്പോൾ നിങ്ങളുടെയും എന്റെയും നിഴൽ കണ്ടു എന്ന് പറയുന്ന ഹദീസിനെ നിഷേധിക്കാൻ പാടില്ല. അത് നമ്മൾ പറയുന്ന ഈ നിഴൽ അല്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണാടി നോക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണാടിയിൽ കണ്ടു നിഴൽ എന്ന് പറയുന്നത് നിഷേധിക്കാൻ പാടില്ല. സ്വഹാബത്തും ഇമാമിങ്ങളും പറഞ്ഞതൊന്നും നിഷേധിക്കാൻ പാടില്ല. രണ്ടും വെവ്വേറെ മനസ്സിലാക്കാം എന്നാണ് ഞാൻ അന്നും ഇന്നും എപ്പോഴും പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്റെ വാക്കിന്റെ ഒരു തല തട്ടി മറ്റേ തല മുറിച്ച് എന്നിട്ട് ഈമാനില്ലാത്ത ആളുകൾ, നിഫാഖുള്ള ആളുകൾ ചെയ്യുന്ന കുതന്ത്രങ്ങളിൽ പെട്ടുപോകരുത്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ അൻവാറുൽ ഖുദ്സിയ്യ എന്ന കിതാബിന്റെ തുടക്കത്തിൽ മഹാനവറുകളെ കിതാബ് എടുത്തുകൊണ്ടുപോയി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞതുപോലെ അൽഹംദുലില്ലാഹ് ഗസാലി ഇമാമിന്റെ കിതാബ് വായിച്ച് ആളുകളെ ചിലർ പറ്റിപ്പിച്ചതുപോലെ ഒരു ചെറിയ സംഭവം സാധുവായ എന്റെ ജീവിതത്തിലും ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലല്ലാതെ തിരിമറി നടത്തി ഇമാമീങ്ങളെ കിതാബുകൾ തിരിമറി നടത്തിയതുപോലെ മുനാഫിക്കുകളും പുത്തൻവാദികളും വ്യാജത്വരീകത്തുകാരും ചെയ്ത പ്രവർത്തനം എനിക്ക് ചെറിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ആ ഇമാമീങ്ങളുടെ അതേ കാര്യം എനിക്കും സംഭവിച്ചുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിത്തെറിച്ചപ്പോ സ്വന്തം പല്ല് ഉവൈസ് റളിയല്ലാഹു അൻഹു മഹബ്ബത്ത് കൊണ്ട് പൊട്ടിച്ചല്ലോ. അവരുടെ അതേ വിഷയം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് എടുക്കുന്ന ഞങ്ങളെക്കുറിച്ചും പലതും പറയുന്നവരുണ്ടായതിൽ നമുക്ക് മനക്ലേശമില്ല. വസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതി മിൻഹും ആസിമൻ ഔ കഫൂറാ എന്ന ആയത്ത് വിവരിക്കുമ്പോൾ ഞാനത് പറഞ്ഞല്ലോ. പടച്ച റബ്ബേ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ റഹ്മാനേ.